ആളുകൾ എപ്പോഴും പറയാൻ എന്താണ്, ഞാൻ മരിച്ച എൻ്റെ കുട്ടികളുടെ അവസ്ഥ എന്താണ്, എൻ്റെ പെണ്ണുങ്ങളുടെ അവസ്ഥ എന്താണ്, ആരാ വീടുണ്ടാക്കി കൊടുക്കുക, ആരാണ് അവരെ പഠിപ്പിച്ച, എൻ്റെ സ്ഥാപനം എന്താവും, ഇതെന്താവും. സഹോദരങ്ങളെ അങ്ങനെയല്ല നമ്മുടെ തോന്നലാണ്. ഒരിക്കൽ എന്താണ് ഈ നമ്മൾ ഇതൊക്കെ കൊടുക്കുമല്ലോ, സ്വതക്കും സക്കാത്തൊക്കെ കൊടുക്കാൻ വേണ്ടിയാണ്ട് നമ്മൾ പെരീക്ക് പോകുമ്പം ഒരു യത്തീമിൻ്റെയും ഒരു മിസ്കീൻ്റെയും പേര് അടുത്തെടുത്താൽ. അപ്പോൾ യത്തീമിനെ കിട്ടലുള്ളൂ. കാരണം എല്ലാവരും യത്തീമക്കൊക്കെ കൊടുക്കുക, നേർച്ചയിലൊക്കെ അങ്ങനെയല്ലോ. എന്തെങ്കിലും ഇടങ്ങേറി വരുമ്പോൾ നമ്മുടെ നാട്ടുകാരൊക്കെ യത്തീമിനാണ് നേർച്ചയിൽ ചെയ്യുക. അപ്പോൾ യത്തീമിൻ്റെ പെരീക്ക് ഒന്നും ഇങ്ങനെ ആൾക്കാർ വന്ന് ഓരോന്ന് കൊടുക്കും. അപ്പോൾ ഇപ്പുറത്ത് മിസ്കീനാണ്. അപ്പോൾ അവിടെ പെണ്ണുങ്ങൾ ഈ കൊടുക്കാൻ വേണ്ട പുതിയ ഉണ്ടാണ്ട് ഈ പെണ്ണുങ്ങൾ പുറത്തേക്ക് വന്നിട്ട് അറിയാം, ഞങ്ങൾക്കില്ലേ ചോദിച്ചു, നിങ്ങൾക്ക് ഇവിടെ ആളില്ലേ, ജോലിക്കൊക്കെ ആളില്ലേ. അപ്പോൾ ആ പെണ്ണ് പറയാണ്, ഇവിടെ ഒരു തന്തുണ്ട്, പണിക്കും പോലും അങ്ങനെ കുത്തിരിക്കും, ഇയാൾ ഇവിടെ ഉള്ളതുകൊണ്ട് ആരും ഇങ്ങോട്ട് ഒരു പുതിയായിട്ട് വരില്ല, ഇയാളൊന്ന് മരിച്ചിട്ടിയാൽ മതിനു, എന്നാൽ ഓൽക്കും പൊതിയിട്ടു. നിങ്ങൾ ആലോചിച്ച് നോക്കി, നമ്മളെ വിചാരം എന്താ അറിയോ, നമ്മളിങ്ങനെ ജീവിക്കണോണ്ടാണ് ഇതൊക്കെ. നമ്മൾ മരിച്ചാൽ അവിടെ നമ്മളെ പെണ്ണുങ്ങളും കുട്ടികളൊക്കെ പട്ടിണിയാവുന്ന ഒരു ചുക്കും സംഭവിക്കില്ല. എത്ര പറഞ്ഞിട്ടും നന്നാകാത്തൊരു മകൻ വാപ്പ മരിച്ചപ്പോൾ നന്നായി, ആൾക്കാർ പറഞ്ഞു വാപ്പ മരിച്ച് നന്നായി, കാരണം അവന് ബോധം വന്നു. ജീവിച്ച കാലത്ത് വാപ്പ 18 അളവ് നോക്കി അവൻ നന്നാക്കാൻ നന്നായില്ല, മരിച്ചപ്പോൾ അവൻ നന്നായി. അപ്പോൾ നമ്മളിങ്ങനെ വിചാരിച്ചാണ് നമ്മളിവിടെ നിൽക്കണോണ്ടാണ് ഇതൊക്കെ. നമ്മളിട്ട് പോയാൽ കൂടി പൊളിഞ്ഞോളൂ, ഒരു പൊളിഞ്ഞാടില്ല. നമ്മൾ പോയാൽ, നിങ്ങൾ പോയാൽ സഹോദരങ്ങളെ ഒരു കാര്യം പറയാനുള്ളത്, നിങ്ങൾ പോയാൽ നിങ്ങൾക്ക് മാത്രമേ നഷ്ടമുള്ളൂ. നമ്മൾ ആലോചിക്കേണ്ടത് ഇവിടെ എന്താവുന്നല്ല, പോയോടുത്ത് എന്താവുന്നതാണ്, ഖബറിൽ എന്തായിക്കാരം സ്ഥിതി, എൻ്റെ ഖബറിലെ അവസ്ഥ എന്തായിക്കാരം പഠിച്ചോനെന്നാണ് നമ്മൾ ആലോചിക്കേണ്ടത്. ഇവിടെ ബാക്കിയാക്കി പോകുന്നതിനെ പറ്റി ഒരു പേടി പിടിച്ചണ്ട. ഇവിടെ അടിക്കടി സമുദായം മെച്ചത്തേക്കാണ് പോണത്. പണ്ട് ഒരു വണ്ടിയിൽ ഓരോ പേരെ മെരത്തി ചെന്നപ്പോൾ 4 വണ്ടിയാണ് കിടക്കണത്. പണ്ട് സൈക്കിള് ആഗ്രഹിച്ചവൻ്റെ കയ്യിൽ ഇപ്പോൾ 3-4 കാറാണ്. ഒരു പീടിയുള്ളവന് 4-5 പീടിയാണ്, കോമ്പല കണക്കിന് ഷോപ്പുകളാണ്. ഇപ്പോൾ വരുമാനം എന്താ ചെയ്യേണ്ട ആൾക്കാർക്ക് അറിയില്ല. ഞാൻ നേരത്തെ പറഞ്ഞതൊന്നും കൂടി ഒന്നും ചെയ്യാൻ കഴിയില്ല. അതുകൊണ്ട് നിങ്ങളൊരു പേടിയും പിടിച്ചാൽ നിങ്ങൾ മരിച്ച് നിങ്ങളെ കുട്ടി എത്തിയുമോ എന്തായാലും ഇവിടെ കമ്മിറ്റിക്കാരുണ്ടാവും, കെട്ടിച്ചും പഠിപ്പിച്ചും പേരയറ്റി കൊടുക്കും, ഒന്നും സംഭവിക്കില്ല. നിങ്ങളില്ലാത്തതിനേക്കാൾ ഹൈറൈക്കാരം, അത്രേ ഉള്ളൂ. പക്ഷെ പോയാണ്ടല്ലോ, എൻ്റെ ഖബറിലെ അവസ്ഥ എന്താ, അതാണ് ഞാൻ ആലോചിക്കേണ്ടത്. എൻ്റെ ഖബറിലെ അവസ്ഥ എന്താ, അതാണ് ഞാൻ ആലോചിക്കേണ്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നടന്നു പോവുകയാണ്. മർറൻ നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം, അബൂ ഹുറൈറ പറയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ ഖബറിന്റെ അരികിലൂടെ മർറൻ നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം അലാ ഖബറിൻ ദുഫിന ഹദീസൻ, വളരെ റീസെന്റ് ആയിട്ട് മറവ് ചെയ്യപ്പെട്ട ഒരു ഖബറിന്റെ അരികിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ നടന്നു എന്നാണ്. നമ്മൾ എത്ര ഖബർസ്ഥാൻ നമുക്കറിയാം. ഖബർസ്ഥാനോട് അങ്ങനെ പോകുമ്പോൾ ഇത് ഇന്നലെ മിഞ്ഞാന്നുണ്ടായ ഖബറാണ്, കണ്ടാൽ മനസ്സിലാവും. ഒരു പുതിയ മണ്ണും ഒരു നനവൊക്കെ കണ്ടാൽ മനസ്സിലാവും ഇത് പുതിയ ഖബറാണ്. നബി പറയാണ്, അബൂ ഹുറൈറ പറയാണ്, നബി ഇങ്ങനെ നടന്നു പോയി, നബി അവിടെ നിന്നു, സഹാബത്ത് നിന്നു. നബി പറയാണ്, ഈ ഖബറാളി, ഈ ഖബർ കിടക്കുന്ന ആളുണ്ടല്ലോ, അയാൾ ഇപ്പം എന്താ ആഗ്രഹിച്ചു കൊണ്ടിരിക്കണം നിങ്ങൾക്ക് അറിയാം. നമുക്ക് പറഞ്ഞു തരികയാണ്, എന്താണ്, നിങ്ങൾക്ക് ബാക്കിയുള്ള നിങ്ങളെ ദുന്യാവിൻ്റെ നിങ്ങൾക്ക് ബാക്കിയുള്ള ആയുസ് ഉണ്ടല്ലോ, നിങ്ങൾക്ക് ബാക്കിയുള്ള നിങ്ങളുടെ ആയുസ്സിൽ അയാളെങ്ങാനും ഭൂമിക്ക് തിരിച്ചു വരികയാണെങ്കിൽ അയാൾക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് ബംഗ്ലാവല്ല സഹോദരങ്ങളെ, പുതിയ ഇലക്ട്രിക്കിൻ്റെ വോൾവോ കാറല്ല അയാൾക്ക് ഇഷ്ടപ്പെട്ടത്, ബംഗ്ലാവുകളല്ല, ബിസിനസ് അല്ല. അയാൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് നിങ്ങൾ ഏറ്റവും നിസ്സാരമായി കാണുന്ന 2 റക്അത്ത് സുന്നത്ത് നിസ്കാരമാണ്. മിമ്മാ തഹ്കിറൂന വതംഫിലൂന എന്നാണ് നബി പറഞ്ഞത്. നിങ്ങൾ പുച്ഛിക്കും, നിങ്ങൾ നിസ്സാരമായി കാണുന്ന 2 റക്അത്ത്. ഈ പള്ളിക്ക് കയറി വരുമ്പോൾ 1:08 കയറി 1:08 30 സെക്കൻഡാ, 1 മിനിറ്റ് 30 സെക്കൻഡ് കൊണ്ട് ജമാഅത്ത് തുടങ്ങാം. പക്ഷെ നമ്മൾ 2 റക്അത്ത് സുന്നത്ത് നിസ്കരിച്ചു, നമുക്കറിയാം 1.5 മിനിറ്റ് കൊണ്ട് സുന്നത്ത് നിസ്കരിച്ചാം, ടട്ടടക്കട്ടാണ് നമ്മൾ ഫാത്തിഹ മാത്രം നിസ്കരിച്ചു, കൂലിട്ടോയിന്. അതാണ് ഏറ്റവും നിസ്സാരമായ 2 റക്അത്ത് സുന്നത്ത് നിസ്കാരം. അതാണ് ഈ ഖബറാളിപ്പം ആഗ്രഹിച്ചു കൊണ്ടിരിക്കുന്നത് നബി പറഞ്ഞു കൊടുക്കുകയാണ്, വേറെ ദുനിയാവല്ല. അങ്ങനെ ലോക്കായി നിൽക്കുന്ന ഒരു അവസ്ഥ നമുക്കൊക്കെ വരും ഖബറിൽ. നമ്മളെ മേലെ കൂടെ ആൾക്കാർ നടന്നു പോകും. ആ സമയത്ത് സഹോദരങ്ങളെ, ഇതിപ്പോൾ പറഞ്ഞു തരുന്നതിനാ, അത് സഹാബത്തിനെ പറഞ്ഞു കൊടുക്കണേ. ആ കിടക്കുന്ന മനുഷ്യനൊന്നും ചെയ്യാനില്ലേ, വിചാരണ മാത്രമേ കാത്തിക്കണുള്ളൂ, അള്ളാഹിന്റെ കാരുണ്യത്തിന് മാത്രമേ ഇതിനെ പ്രതീക്ഷയുള്ളൂ. പക്ഷെ നമുക്ക് പറഞ്ഞു തരുന്നതിനാ, ഇത് ചെയ്യാനുള്ള സമയമാണ്, ആരോഗ്യമുണ്ട്, അറിവുണ്ട്, ഇതിനിപ്പോൾ പറ്റും നിസ്കരിക്കാൻ. അതുകൊണ്ട് നഷ്ടപ്പെടുത്തരുത്.